ഫ്രൈഡേ ഈവനിങ് ആയി പുതിയൊരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കരുതി എന്നൊരു യാത്രയയക്കാം. വേറെ കൊണ്ടും ട്രിപ്പൊന്നും പോകല്ല കേട്ടോ. ഐശ്വര്യയുടെ വീട്ടിലോട്ട് പോവുകയാണ്. മാഹിയിലേക്കാണ് നമ്മുടെ യാത്ര. രാത്രി അവിടെ നിന്ന് തിരിച്ച് നമ്മൾ മോർണിംഗ് ആയപ്പോൾ മാഹിയിലെത്തി. രാവിലെ എത്തിയ പാടെ നമ്മളൊരു പ്ലാൻ ഇട്ടു, അടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പോകാം. അടുത്തെന്ന് പറയുമ്പോൾ ഓട്ടോ പിടിച്ച് പോകാനുള്ള ദൂരമുണ്ട്. അങ്ങനെ ഓട്ടോ പിടിച്ച് നമ്മളെല്ലാവരും കൂടെ ക്ഷേത്രത്തിലെത്തി. ഇതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാഹി. ചെറിയ ഗുരുവായൂർ എന്നാണ് അവിടെ അറിയപ്പെടുന്നതെന്നാണ് ഐശ്വര്യ എന്നോട് പറഞ്ഞത്. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ വന്നാൽ നേർച്ച നടത്താറുണ്ട് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മയ്യഴി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. എന്താണ് ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഇതിനകത്തൂടെ കയറി ഇറങ്ങി ഐശ്വര്യയുടെ വീട് പെട്ടെന്ന് എത്താം. അങ്ങനെ വീട്ടിലെത്തി. രാവിലത്തെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ നേരെ നാട് കാണാനായിട്ട് ഇറങ്ങി. എന്നെ നാട് കാണിക്കാനായിട്ട് എത്ര പേരാണെന്ന് നോക്കി. എല്ലാ ഐശ്വര്യയുടെ കസിൻസാണ്. ഇവരെല്ലാവരും കൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നമ്മൾ ഈ മാഹി എന്ന് കേൾക്കുമ്പോൾ മാഹിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, മയ്യഴി. ഈ മയ്യഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് മയ്യഴിപ്പുഴ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഒരുപാട് പാട്ടുകളിൽ കേട്ട ഒരു പുഴയാണത്, മയ്യഴിപ്പുഴ. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നത്. അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. ഒരു കാണിച്ചെന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതാണ് കുഞ്ചിൻ്റെ മുട്ട എന്ന് പറയുന്നത്. ഈ പൗച്ചിൽ കുഞ്ചിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് സമാധാനമായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിന്നെ ഉച്ചയ്ക്കത്തെ എനിക്ക് മാത്രം ഇട്ട ബിരിയാണിയും ഞാൻ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എഴുന്നേറ്റപ്പോൾ വീണ്ടും നമ്മൾ കുളിച്ച് നേരെ അമ്പലത്തിലേക്ക് വീടിന് തൊട്ടടുത്തുള്ള ഒരു കാവിലോട്ടാണ് നമ്മൾ പോയത്. കാവിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഒരു അമ്പലത്തിലോട്ട് പോയി. ഇന്ന് മൊത്തത്തിൽ ഒരു അമ്പലം വിസിറ്റിംഗ് ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പള്ളി അമ്പലം എന്ന് പറയുന്നത്. അവിടെയൊക്കെ കയറി തൊഴിൽ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. എല്ലാ കണ്ണൂർക്കാരുടെ വീട്ടിലും കാണുന്ന ഒരു സാധനം ഞാൻ ഇവിടെയും കണ്ടു, ശ്രീ മുത്തപ്പനി വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട്. കിച്ചണിൽ ചെന്നപ്പോൾ ഇതായിരിക്കുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം. എൻ്റെത് മാത്രമല്ല, ഐശ്വര്യക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് വീട്ടിലെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി ആ ഒരു സാധനം പ്രിപ്പയർ ചെയ്യുകയാണ്. എല്ലാവർക്കും ഇതറിയാം എന്താണെന്നുള്ളത്. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള കല്ലമ്മക്കായ നിറച്ചതാണ്. ഇത് പുഴുങ്ങി കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലുണ്ടാവും. ഞാൻ ഇതിങ്ങനെ കഴിച്ചോട്ടെ. ഇങ്ങനെയല്ല, കുറച്ച് പരിപാടികളും കൂടെ ബാക്കിയുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.